കളങ്കാവൽ മൂവി കണ്ടു. പല ആളുകൾ നെഗറ്റീവ് റിവ്യൂ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഹോണസ്റ്റ് റിവ്യൂ കേൾക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് കാണാം. സാധാരണഗതിയിൽ നമ്മളൊരു മമ്മൂട്ടി പടം കണ്ടു ഇറങ്ങിക്കഴിഞ്ഞാൽ അത് മമ്മൂട്ടി പടം എന്ന് തന്നെ പറയും. പക്ഷേ ഇത് നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം ഇത് മമ്മൂട്ടി ആൻഡ് വിനായകൻ പടമാണ്. കാരണം രണ്ടുപേരും അത്രയ്ക്കും മനോഹരമായിട്ടാണ് ഈ മൂവിയിൽ പെർഫോം ചെയ്തിരിക്കുന്നത്. മമ്മൂട്ടിയുടെ ബ്രഹ്മയുഗത്തിലെ പെർഫോമൻസ് നിങ്ങളെ ഞെട്ടിച്ചുവെങ്കിൽ തീർച്ചയായും ഈ റോളിൽ മമ്മൂട്ടി നിങ്ങളെ ഞെട്ടിച്ചിരിക്കും. യഥാർത്ഥ ജീവിതത്തിൽ വിനായകന് ഒരുപാട് ഹെയ്റ്റ്സ് ഉണ്ട്. പക്ഷേ ഒരു ആക്ടർ എന്ന നിലയിൽ പുള്ളിക്കാരൻ ഒരു കിടിലൻ പെർഫോമർ തന്നെയാണ്. ചില മൂവീസ് കാണുമ്പോൾ നമുക്ക് ബോറടിക്കും. പക്ഷേ ഈ മൂവിയിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അതുപോലെയാണ് ചില മൂവീസ് കാണുമ്പോൾ നമ്മൾ ആ മൂവിയിലേക്ക് ഇറങ്ങിച്ചെല്ലും. അല്ലെങ്കിൽ ആക്ടേഴ്സ് എല്ലാവരും അഭിനയിക്കുകയാണോ അല്ലെങ്കിൽ ജീവിക്കുകയാണോ എന്നുള്ള തോന്നൽ നമുക്ക് തോന്നിപ്പോകും. ഒരു നല്ല മൂവിക്ക് മാത്രമാണ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറ്റുന്നത്. മമ്മൂക്കയെ ആദ്യമായിട്ടാണ് ഇതുപോലെ ഒരു ക്രൂവൽ റോൾ ചെയ്യുന്ന കഥാപാത്രത്തിലൂടെ കാണുന്നത്. ഫസ്റ്റ് ഹാഫ് പൊളിയാണെങ്കിൽ തീർച്ചയായും സെക്കൻഡ് ഹാഫ് അതിലും പൊളിയാണ്. മൂവി കാണുമ്പോൾ അടുത്തത് എന്ത് എന്ന് നമ്മൾ തന്നെ നമ്മുടെ മനസ്സിൽ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കും. എന്നാൽ അതിനെയെല്ലാം പൊളിച്ചടുക്കുന്ന രീതിയിലായിരുന്നു മൂവിയുടെ പോക്കുണ്ടായിരുന്നത്. മമ്മൂക്കയുടെ സിഗരറ്റ് വലിക്കുന്ന സീനും അത് ചവച്ച് തുപ്പുന്നതും അതുപോലെ കൊലകളെല്ലാം ചെയ്യുമ്പോൾ പുള്ളിക്കാരൻ്റെ മുഖത്ത് വരുന്ന ഭാവമാറ്റങ്ങളും ഒന്നും പറയാനില്ല. ഒരു ബോൺ ആക്ടറിന് മാത്രം സാധിക്കുന്ന ചില മൈന്യൂട്ട് എക്സ്പ്രഷൻസ് പോലും വളരെ ക്ലിയർ ആയിട്ടാണ് മമ്മൂക്ക ചെയ്തിരിക്കുന്നത്. മമ്മൂക്ക ഒരുപാട് കഥാപാത്രങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. എന്നാൽ ചില മൂവിയിലെ കഥാപാത്രം കണ്ടാൽ അത് ഏതായിരുന്നു മൂവി എന്ന് നമ്മൾ ആലോചിച്ചു പോകും. എന്നാൽ ഈ മൂവിയിലെ മമ്മൂക്കയെ നിങ്ങൾ ഒരിക്കലും മറക്കില്ല. സേതുരാമയ്യർ CBIയിലെ മമ്മൂക്കയെ നിങ്ങൾ തിരിച്ചറിയുന്ന പോലെ കലംകാവലിലെ മമ്മൂക്കയുടെ ഈ റോള് മലയാളികൾ ഒരിക്കലും മറക്കാൻ പോകുന്നില്ല. നെഗറ്റീവ് റിവ്യൂസ് ഇടുന്നവരുടെ കമൻറ്റ് ബോക്സിൽ താഴെ പല ആളുകളും പറയുന്നുണ്ട് എന്നാൽ ഞാൻ ഈ മൂവി കാണാൻ പോകുന്നില്ല എന്നുള്ളത്. ദയവ് ചെയ്ത് നിങ്ങൾ ഹോണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ പറയൂ. കാരണം പല ആളുകളും മൂവീസ് കാണുന്നത് അവർ ഓരോ മൂവിയുടെ റിവ്യൂ കണ്ടതിന് ശേഷമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ നെഗറ്റീവ്സ് റിവ്യൂ കാണുമ്പോൾ അവർക്ക് ആ മൂവി കാണുവാനുള്ള ഇൻട്രസ്റ്റ് പോലും നശിച്ചു പോകും. അതുകൊണ്ട് ജെനുവിനായിട്ടുള്ള റിവ്യൂ മാത്രം പുറത്തേക്ക് വിടൂ. ഒരിക്കലും നിങ്ങൾ കാരണം ഒരു നല്ലൊരു മൂവിയെ മോശമാക്കി ചിത്രീകരിക്കാതിരിക്കൂ. നിങ്ങൾക്ക് ഇതുപോലെ ഹോണസ്റ്റ് ആയിട്ടുള്ള മൂവി റിവ്യൂസ് അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.